തമ്പനേരിൽ നിങ്ങൾ കണ്ടതുപോലെ 4 സെന്റ് സ്ഥലവും 3 ബെഡ്റൂമിന്റെ വീടും 55 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ് മാർബിൾ ഹോംസ് കൊണ്ടുവന്നിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ ആലുവ പറവൂർ ബസ് റൂട്ടിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സ്ഥലമാണ് മാളികം പീടിക എന്നത്. അവിടെ നിന്ന് 1 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. ബസ് റൂട്ടിന് വളരെ അടുത്താണ്. വെറും 100 മീറ്റർ വോക്കബിൾ ഡിസ്റ്റൻസിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഒരേപോലെയുള്ള 2 വീടുകളാണ്. ഒരെണ്ണം സെയിലായി, നമുക്ക് ഈ ഒരു വീടാണ് ഇനി സെയിലിനായിട്ട് റെഡിയായി നിൽക്കുന്നത്. ഇവിടെ നിന്ന് ആലുവ UC കോളേജിലേക്ക് 4 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. പറവൂർ ജംഗ്ഷനിലേക്ക്, നോർത്ത് പറവൂർ ജംഗ്ഷനിലേക്ക് 5 കിലോമീറ്റർ, ഇടപ്പള്ളി ഭാഗത്തേക്ക് 16 കിലോമീറ്റർ, കളക്ടറേറ്റിലേക്ക് 20 കിലോമീറ്റർ, തൃപ്പൂണിത്തുറ ഭാഗത്തേക്ക് പോകണമെങ്കിൽ 29 കിലോമീറ്റർ, എയർപോർട്ട് ഭാഗത്തേക്ക് വെറും 12 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ ഈസി ആയിട്ട് എത്താവുന്നതാണ്. നിങ്ങൾക്കറിയാം, 4 സെന്റ് സ്ഥലം നമുക്ക് 55 ലക്ഷം, അതായത് 4 സെന്റ് സ്ഥലവും വീടും കൂടെ 55 ലക്ഷം, അതും സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ പ്രൈസിലാണ് മാർബിൾ ഹോംസ് തരുന്നത്. അപ്പം ഈ ഒരു പ്രൈസിൽ നമുക്ക് ഇത്രയും സെന്റ് സ്ഥലം കിട്ടുന്ന വീടുകൾ കുറവാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. നമുക്കിതൊരു ഗേറ്റഡ് കോമ്പൗണ്ടിനകത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണുന്ന മെയിൻ ആയിട്ട് ഒരു ഗേറ്റഡ് എൻട്രൻസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അതിനകത്ത് ബാക്കിയുള്ള വീടുകളുടെയൊക്കെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. 2 വീടുകളാണ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞിരിക്കുന്നത്. ഒരെണ്ണം സെയിലായി. ഈ ഒരു വീടാണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൂടെയൊക്കെ നല്ല ഭംഗിയുള്ള നമ്മുടെ ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വഴികളൊക്കെയാണ് വരാനുള്ളത്. മതിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയ ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത്. അതിനിടയിൽ GA പൈപ്പിനെ കുറിച്ച് വർക്കുകളൊക്കെ വരുന്നുണ്ട്. ഗേറ്റ് നോക്കുവാണെന്നുണ്ടെങ്കിൽ സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് നല്ല ലേസർ കട്ട് ഡിസൈൻ ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. എലിവേഷൻ സിമ്പിൾ ആയിട്ടാണെങ്കിൽ പോലും ആവശ്യത്തിനുള്ള വർക്കുകളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ആ ഒരു നേരെ കാണുന്ന വലിയൊരു ഷോ വാൾ നോക്കുവാണെങ്കിൽ കാണാം, ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ കാണുന്ന പോർഷനിലൊക്കെ ബ്രിക്കിന്റെ മോഡലുള്ള വർക്കുകൾ വരുന്നുണ്ട്. ടോട്ടലി നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കടന്നു വരുന്നത് ഇവിടുത്തെ ഗേറ്റഡ് കോമ്പൗണ്ടിനകത്തേക്കാണ്. ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് വിരിച്ചിട്ട് ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ഒന്നാമത്തെ കാർ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ആണ്. രണ്ടാമത്തെ കാർ പാർക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ഭാഗവും യൂസ് ചെയ്യാം. നമ്മൾ 2 കാറുകളും അതുകൂടാതെ നമുക്ക് 2 വീലേഴ്സും ഒക്കെ പാർക്ക് ചെയ്യാനായിട്ട് നല്ലൊരു സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. അതുകൂടാതെ നമുക്ക് ചെടികളൊക്കെ വെക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ചെടിച്ചട്ടികൾ വെക്കാനൊക്കെ ആയിട്ട് ധാരാളം സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നിങ്ങൾക്ക് KW വാട്ടറിന്റെ മീറ്റർ കാണാം. നമുക്ക് ഇവിടെ KW വാട്ടർ അവൈലബിൾ ആണ്. അതുകൂടാതെ വെല്ല് കൂടെ ഉണ്ട്. പോകുന്ന വഴിക്ക് നമുക്ക് കിണർ കാണാം. ഈ ഒരു ഭാഗത്ത് ഇതിനെ കണ്ടിന്യൂ വരുന്ന വഴി നോക്കുവാണെങ്കിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഏരിയ നല്ല സ്പേഷ്യസ് ആണ്. മെറ്റൽ ചിപ്പുകളാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡ് ആണ്, ഇവിടെയായിട്ടാണ് നമുക്ക് കിച്ചൺ വരുന്നത്. നല്ലൊരു സ്പേസ് ഇവിടെ വർക്ക് ഏരിയ ചെയ്യാനായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ കോമ്പൗണ്ടിൽ തന്നെ 2 അടയ്ക്കാൻ മരമൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള ലെഫ്റ്റ് സൈഡ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെയായിട്ടാണ് നമുക്ക് കിണർ വരുന്നത്. KW കൂടാതെ നമുക്ക് ഇവിടെ കിണർ വെള്ളവും കൂടിയുണ്ട്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. ഇവിടെയൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ, നല്ല വൈഡ് ആയിട്ടുള്ള സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത്. 4 സെന്റ് സ്ഥലം മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെയായിട്ടാണ് നമുക്ക് സിറ്റ് ഔട്ട് കിട്ടുന്നത്. ചെറിയൊരു ഒതുങ്ങിയ സിറ്റ് ഔട്ട് ആണ്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ വിരിച്ചിരിക്കുന്നത്. പില്ലർ നോക്കുവാണെങ്കിൽ കാണാം, ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ഡോറ് ഈ കാണുന്നതാണ്. തേക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. തേക്കില് നല്ല ഭംഗിയായ ഡിസൈനിൽ ഒറ്റപ്പാളിയിലാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. വെസ്റ്റ് ഫേസിംഗ് ആണ്, പടിഞ്ഞാറോട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. 4 സെന്റ് സ്ഥലത്ത് 1300 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് നിർമ്മിച്ചിരിക്കുന്നത്. നേരെ നമ്മുടെ മെയിൻ ഡോർ തുറന്നു വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലാണ്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറിന് ചെറിയൊരു ബ്ലാക്ക് ഡിസൈൻ വരുന്ന ടൈലാണ്. ഈ ഒരു വോൾ നമുക്ക് TV വെക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. റൂഫ് സിമ്പിൾ ആയിട്ടാണ്, യാതൊരു വർക്കുകളും ചെയ്തിട്ടില്ല. നമുക്ക് എയർ വെന്റ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. 2 ഭാഗത്തായിട്ടാണ് വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ സ്വിച്ചസ് കേബിളൊക്കെ നോക്കുവാണെങ്കിൽ ലെഗ്രാൻഡിലും GM-ലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ്ങിലേക്കാണ്. ഡൈനിങ്ങിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെപ്പിലൊക്കെ നോക്കിയാൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ നോക്കിയാൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതിനകത്ത് ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ഭംഗിയായിട്ട് തന്നെയാണ് അത് കവർ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ചെല്ലുമ്പോൾ ആദ്യത്തെ ലാൻഡിങ്ങിൽ തന്നെ നമുക്ക് 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗമൊക്കെ സ്പേഷ്യസ് ആണ്. ഒരുപാട് സ്ഥലം നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്.
നമുക്കത് കവർ ചെയ്തെടുത്താൽ ഇൻവെർട്ടേഴ്സ് വെക്കാനൊക്കെ യൂസ് ചെയ്യാം. ഒരു വലിയ ഏരിയ തന്നെ നമുക്ക് ഇവിടെ ഡൈനിങ്ങിനായിട്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു സ്പേസ് കൂടാതെ ഈ ഒരു ഭാഗത്തേക്ക് ഇവിടുത്തെ നോക്കിയാൽ കാണാം, ഇവിടുന്ന് നല്ല സ്പേസ് കണ്ടിന്യൂ ചെയ്ത് ഈ ഒരു ഏരിയ വരെ നമുക്ക് ഡൈനിങ്ങിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമ്മളുടെ പുതിയ ട്രെൻഡ് അനുസരിച്ചിട്ട് ഒറ്റ ഒരു ഡൈനിങ് ടേബിൾ അല്ലാതെ 2 ടേബിളൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. വലിയൊരു സ്പേസ് തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെയായിട്ടാണ്. സെറയുടെയാണ് വാഷ് ബേസിൻ വരുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് ഇത് വെച്ചിരിക്കുന്നത്. അതിന്റെ താഴെ കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെയായിട്ട് ഒരു കോമൺ ബാത്റൂം കിട്ടുന്നുണ്ട്. ടൈലുകളൊക്കെ നോക്കിയാൽ ഭംഗിയായിട്ട് ഗ്രീൻ ആണ്. സ്പേഷ്യസ് ആയിട്ട് നല്ലൊരു ബാത്റൂം കിട്ടുന്നുണ്ട്. ഗസ്റ്റിനൊക്കെ നമുക്ക് ഈ ഒരു ബാത്റൂം യൂസ് ചെയ്യാനായിട്ട് കൊടുക്കാവുന്നതാണ്. ഡൈനിങ് സ്പേസിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ക്ലോസ്ഡ് കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് കിച്ചണിന്റെ സ്ഥാനം വരുന്നത്. നമ്മുടെ പെയിന്റിംഗ് കഴിഞ്ഞിട്ടുള്ള ബക്കറ്റ്സ് ഒക്കെ ഇവിടുന്ന് റിമൂവ് ചെയ്യാനുണ്ട്. നമുക്ക് ഇവിടെ ആയിട്ട് 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് 2 വിൻഡോസ് ആണ്. കിച്ചണിന്റെ സറൗണ്ടിങ് ഏരിയാസിലൊക്കെ വൈറ്റ് കളറിൽ ഡിസൈൻ വരുന്ന ടൈലാണ്. മുകളിലും താഴെയൊക്കെ ആയിട്ട് ബീച്ച് ഷെയ്ഡും ഒരു ബ്രൗൺ കോമ്പിനേഷനും വരുന്ന ഭംഗിയായിട്ടുള്ള കബോർഡുകളാണ് കിച്ചണിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് സ്പേസ് കിട്ടുന്നുണ്ട്. സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. സിങ്കും പൈപ്പ് കണക്ഷനും കിട്ടുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് പോർഷൻ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളറാണ് ചെയ്തിരിക്കുന്നത്. ഫ്രിഡ്ജ് വെക്കാനായിട്ട് നമുക്കൊരു സ്പേസ് ഉണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെയായിട്ട് നമുക്ക് ഫ്രിഡ്ജ് വെക്കാവുന്നതാണ്. ഇതിന്റെ ഡോർ തുറന്നു കഴിഞ്ഞാൽ നേരെ പുറത്തേക്കാണ്. നമുക്ക് അവിടെ വർക്ക് ഏരിയക്കുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ താഴെ ഒരു ബെഡ്റൂം ആണ് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബെഡ്റൂം വരുന്നത്. ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സ്പേസ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. 2 സൈഡിലായിട്ട് നമുക്ക് 3 വിൻഡോസ് വീതമാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ എയർ വെന്റ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. പ്ലെയിൻ ആയിട്ടാണ് റൂഫ് വരുന്നത്. നമുക്ക് ഇവിടെ ഡോറിന്റെ ബാക്ക് സൈഡിലായിട്ട് ഇവിടെ നോക്കുവാണെങ്കിൽ വാർഡ്രോബുകൾ വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. മിറർ കൂടി അതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫിറ്റിംഗ്സ് സെറയുടെയാണ് ചെയ്തിരിക്കുന്നത്. ടൈലുകളൊക്കെ നോക്കുവാണെങ്കിൽ ഗ്രേ ആണ്. നല്ല സൗകര്യങ്ങൾ കൊടുത്തിട്ടാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിലെത്തി ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിൽ നിൽക്കുന്ന സമയത്ത് താഴെ ഒരു ബെഡ്റൂം കണ്ടു. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകൾ കാണാനുണ്ട്. ടോട്ടലി നോക്കുവാണെങ്കിൽ 2ാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. 2 സൈഡിലായിട്ട് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. റൂഫിൽ എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പ്ലെയിൻ ആയിട്ട് യാതൊരു ഡിസൈനും ഇല്ലാതെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. നല്ല കളർ കോമ്പിനേഷനിൽ മിറർ ഉൾപ്പെടുത്തിയിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂം വരുന്നത്. ബാത്റൂം ടൈലുകൾ നോക്കുവാണെങ്കിൽ ഗ്രേ ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബാത്റൂം നല്ല സൗകര്യങ്ങൾ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ബെഡ്റൂം കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടുത്തെ അപ്പർ ലിവിംഗ് സ്പേസിൽ നിൽക്കുമ്പോൾ ഇവിടെ ആയിട്ടൊരു ഡോർ ഉണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ പുറത്തുള്ള ഒരു ടെറസിന്റെ ഭാഗത്തേക്കാണ് വരാൻ പറ്റുന്നത്. ആക്ച്വലി നമ്മുടെ യൂട്ടിലിറ്റി ഏരിയ ആണിത്. നമുക്ക് ഇത് കവർ ചെയ്തെടുത്താൽ ഇവിടെ വാഷിംഗ് മെഷീൻ ഒക്കെ വയ്ക്കാവുന്നതാണ്. നല്ലൊരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ കാണാം ഹാഫ് ആയിട്ട് കോൺക്രീറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. ടെറസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കിക്കോളൂ. നിറയെ വീടുകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഒരു വീടും സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ് കാണാനുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിലേക്ക് എൻട്രി ചെയ്ത് കഴിയുമ്പോൾ നേരത്തെ പോലെ തന്നെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 2 ഭാഗത്തായിട്ടാണ് വിൻഡോസ് വരുന്നത്. ഇവിടെയായിട്ടാണ് നമുക്ക് നമ്മളുടെ വാർഡ്രോബ് കിട്ടുന്നത്. റൂഫിൽ എയർ സർക്കുലേഷൻ ആയിട്ട് വെന്റിലേഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഡിസൈനുകളൊന്നും ഇല്ലാതെ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇവിടെയാണ്. ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ തന്നെയാണ് ഇവിടെയും ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് എല്ലായിടത്തും ജെറയുടെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്നാണ് നമുക്ക് ബാൽക്കണിയിലേക്കുള്ള ഡോർ വരുന്നത്. ഈ ഒരു ഡോർ തുറന്നാൽ നേരെ വരുന്നത് ബാൽക്കണിയിലേക്കാണ്. ചെറിയൊരു ബാൽക്കണിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നമുക്ക് ടാറോഡ് ഫ്രണ്ടേജ് ആയിട്ട് കൂടെയാണ് ഈ കാണുന്ന വില്ല സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം ഓരോ റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ ഹാൻഡ് റെയിൽസ് ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ടുണ്ട്. താഴെ നല്ല പില്ലറിന്റെ കണ്ടിന്യൂഷൻ ആണ് വരുന്നത്. ഇന്ന് നിങ്ങൾ കണ്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ പറവൂർ റൂട്ടിലാണ്. നമുക്കിവിടെ ബസ് റൂട്ടിന് വളരെ അടുത്തായിട്ടാണ്. മാളികം പീടിക ജംഗ്ഷനിൽ നിന്നും 1 കിലോമീറ്റർ ആണ് ഈ ഒരു വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. ബസ് റൂട്ടിൽ നിന്നും 100 മീറ്റർ വോക്കബിൾ ഡിസ്റ്റൻസ് മാത്രമാണുള്ളത്. ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിക്ക് അകത്താണ് ഈ ഒരു വീട് വരുന്നത്. 2 വീടുകളാണ് ഇപ്പോൾ ഇവിടെ പണിതിരിക്കുന്നത്. ഒരെണ്ണം സെയിലായി. ഈ ഒരു വീട് കൂടിയാണ് സെയിലിനായിട്ടുള്ളത്. നിങ്ങൾക്കറിയാം ഈ ഒരു ബഡ്ജറ്റിൽ എപ്പോഴും ലാൻഡ് സാധാരണ കുറവായിരിക്കും. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് 4 സെന്റ് ലാൻഡ് ആണ് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. വീടിന്റെ സ്ക്വയർ ഫീറ്റ് 1300 ആണ്. നമുക്ക് 3 ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. അതുകൂടാതെ കോമൺ ആയിട്ടൊരു ബാത്റൂം കൂടെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്.
4 സെന്റ് ഓഫ് ലാൻഡിൽ 1300 സ്ക്വയർ ഫീറ്റിൽ 3 BHK പ്ലസ് അഡീഷണൽ ഒരു ബാത്റൂം കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കിണർ വെള്ളമുണ്ട്, പൈപ്പ് വെള്ളമുണ്ട്. നമുക്കിവിടെ 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. ഇത്രയും സൗകര്യത്തോടു കൂടിയ വീട് ഗേറ്റഡ് കമ്മ്യൂണിറ്റിക്കകത്ത്, അതും ബസ് റൂട്ടിന് വളരെ അടുത്ത്, ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് കിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം. പക്ഷേ 55 ലക്ഷം രൂപ നെഗോഷ്യബിൾ പ്രൈസിൽ നിങ്ങൾക്ക് ഈ വീട് ഇപ്പോൾ മാർബിൾ ഹോംസ് വഴി സ്വന്തമാക്കാം. ഒട്ടും ലേറ്റ് ആക്കണ്ട, പെട്ടെന്ന് വിളിച്ചോളൂ. ലോൺ കൂടി ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി സ്ക്രീനിൽ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് വിളിച്ചോളുക. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.